ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെ ALP എക്സാമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ റീസെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റെയിൽവേയുടെ എല്ലാ കാര്യങ്ങളും എന്താണ് വളരെ പെട്ടെന്നാണ് അല്ലെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആ ഒരു ആനുവൽ കലണ്ടർ ഓൾറെഡി നമ്മൾ 2026 റെയിൽവേയുടെ ആനുവൽ കലണ്ടറും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ടെന്റേറ്റീവ് ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഏകദേശം എന്ത് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ ഒരു വർഷത്തെ RRBയുടെ അനൗൺസ്മെന്റ്സും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് NTPCയുടെ എക്സാം ഡേറ്റ്സ് വന്നിരുന്നു. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല, വലിയ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ റെയിൽവേയുടെ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും എല്ലാം കറക്റ്റ് ഓൺ ടൈം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ 2026 വരാനായിട്ട് പോകുന്ന ALPയുടെ നോട്ടിഫിക്കേഷന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമ്മുടെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അതായത് 2026 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് എത്രയാണെന്നുള്ള ALPയുടെ വേക്കൻസീസ് എത്രയാണെന്നുള്ളത് റെയിൽവേ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കത് എക്സാം കലണ്ടറിന്റെ ബേസിൽ നമുക്ക് നോക്കാം. എക്സാം കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജനുവരി ടു മാർച്ച് പീരീഡിൽ വന്നത്, അതിന്റെ വേക്കൻസി 30/6/2027. അത് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള അല്ലെ, അടുത്ത 2027 വരെ നടക്കുന്ന ഒരു എക്സാമിന്റെ ആ ഒരു ടൈം പീരീഡിലേക്കുള്ള വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ടൈമായിട്ട് പറഞ്ഞിരുന്നത് എന്താണ്, അതിന്റെ പ്രപ്പോസൽ ഫോർ ഡ്രാഫ്റ്റ് സീനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് സെൻട്രൽ എംപ്ലോയ്മെന്റിലേക്ക് അതെന്താണ് അപ്പോയിന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാനുള്ള കാലാവധി പറഞ്ഞിരുന്നത് ഫെബ്രുവരി ആയിരുന്നു, 2026 ഫെബ്രുവരി ആയിരുന്നു. സോ ഒരു ഡിലേയും വന്നിട്ടില്ല, കൃത്യമായിട്ട് ഫെബ്രുവരി 2026 തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ALPയുടെ വേക്കൻസീസും കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുകയാണ്, നിലവിൽ റെയിൽവേയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോകുന്നത് അല്ലെ. ഇപ്പൊ NTPCയുടെ എക്സാംസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എക്സാം കലണ്ടർ ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എക്സാം ഡേറ്റ്സും കാര്യങ്ങളും വന്നു. ഇപ്പൊ ALPയുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വേക്കൻസീസിന്റെ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ പ്രപ്പോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു വന്നിരുന്നത്. അപ്പൊ അതിലും എന്ത് വന്നിട്ടില്ല, ഡിലേയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കൃത്യമായിട്ട് 2026 ALP നോട്ടിഫിക്കേഷനിലേക്കുള്ള വേക്കൻസീസും കാര്യങ്ങളും എല്ലാം എന്താണ് ഓൺ ടൈം തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, റെയിൽവേ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു നോട്ടീസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ റീസെന്റ് ആയിട്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഈ വേക്കൻസീസ് എത്രയാണെന്നുള്ള മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ കമ്പയർ ടു 2025 2025 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 2024 എന്തായിരുന്നു, വേക്കൻസി കുറഞ്ഞൊരു സാഹചര്യം, ഏകദേശം 9000+ വേക്കൻസീസ് ആണ് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തത്, റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ വർഷം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ എന്താണ്, ALPയുടെ കഴിഞ്ഞ വർഷം വേക്കൻസി കുറഞ്ഞു അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇത്തവണ നമുക്കറിയാം സോൺ വൈസ് ഓരോന്നിനകത്തേയും കൊണ്ടുവരും, സെൻട്രൽ റെയിൽവേ ഈസ്റ്റ് ഓരോ സോണുകളും കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം കൂടെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇത്തവണ 2026 11,227 വേക്കൻസീസ് ആണ് ALPക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ടോട്ടലി റെയിൽവേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 11,227 വേക്കൻസീസ് ആണ് നമ്മുടെ റെയിൽവേ ALP ഇത്തവണ എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് ഓൺ ടൈം തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 11,227 വേക്കൻസീസ് ആണ് ALP 2026 വന്നിട്ടുള്ളതെന്ന് എന്ത് ചെയ്തേക്കുക, നോട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല, ഇതിന്റെ എക്സാം ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വരും. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയാം. അപ്പോൾ ഇനി അതിന്റെ ഓൺഗോയിങ് വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ആകെ വന്നിരിക്കുന്ന അറിയിപ്പ് എന്ന് പറഞ്ഞാൽ വേക്കൻസീസിന്റെ കേസിലാണ്. വേക്കൻസീസ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 11,227 വേക്കൻസീസ് ആണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന പക്ഷേ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇപ്പം നിലവിൽ ക്ലാസ്സസ് ഓൺഗോയിങ് ആയിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം NTPCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2026 നമുക്ക് വന്ന പ്രധാനപ്പെട്ട നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് അല്ലേ. 2026 ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2026 ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ബാച്ചാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് എഴുതുന്ന ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് ഇയറിലെ എക്സാംസിൽ, ഇപ്പൊ കഴിഞ്ഞ എക്സാംസിൽ അറ്റൻഡ് ചെയ്തിട്ട് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. കാരണം ഇത്തവണത്തെ എക്സാം എഴുതി കിട്ടിയില്ല എന്നുള്ളവർക്ക് വളരെ വലിയൊരു ചാൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്ട്രോങ് ബേസുകളുടെ കിടപ്പുണ്ട്, എക്സാം പാറ്റേണിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങളത് അറ്റൻഡ് ചെയ്തവരാണ് അല്ലേ. അപ്പൊ ഇനി എവിടെ ഫോക്കസ് ചെയ്യണം, എവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് പഠിക്കേണ്ടതെന്ന് എല്ലാ ഫ്രഷേഴ്സിനേക്കാൾ ഒരുപാട് കൂടുതൽ അറിയാവുന്നവരാണ് നിങ്ങളല്ലേ. അപ്പൊ ആ ഒരു സ്ട്രോങ് ബേസ് ഒരിക്കലും വേസ്റ്റ് ചെയ്യാതെ ഇരിക്കുക.
അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിച്ചൊരു ബേസ് വെച്ചിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഈവൻ ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾക്കും കൂടുതൽ കൺസേൺസ് ഒന്നും വേണ്ട. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് നാളുകളാവുന്നേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സിലബസും കവർ ചെയ്ത് റിവിഷനും കണ്ടക്ട് ചെയ്ത് നമുക്ക് 100% നമുക്ക് എന്തിനു വേണ്ടിയിട്ട് റെഡി ആവാം, ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആവാനായിട്ട് പറ്റും അല്ലേ. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് സിലബസ് കവറേജ് ആയിരിക്കും. അതായത് ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ എല്ലാ സെക്ടേഴ്സും കവർ ചെയ്തുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. വെറുതെ സിലബസ് കവർ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് സിലബസ് നമ്മൾ മാക്സിമം എളുതി നമ്മൾ കവർ ചെയ്യും. കാരണം ബാക്കിയുള്ള സമയം നമ്മൾ എന്തിനു തന്നെ ഫോക്കസ് കൊടുക്കും, നമ്മൾ PYQ ബേസ്ഡ് ട്രെയിനിങ് ആയിരിക്കും അല്ലെ. PYQ ബേസ്ഡ് പ്രാക്ടീസ് സെക്ഷൻസ് നിങ്ങൾക്ക് എന്തുണ്ടാവും, ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ PYQ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓൾമോസ്റ്റ് ഫുൾ ഡേറ്റാബേസ് നമ്മൾ ക്ലിയർ ചെയ്യും. PYQs എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സെക്ഷൻസ് റെക്കോർഡഡ് ആയിട്ട് ലൈവ് സെക്ഷൻസ് ഉണ്ടാവുന്ന ടൈം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യില്ല, പ്രശ്നമോ കാര്യങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റഡീസ് നടത്താൻ പറ്റും. ആൻഡ് റീസണിങ്ങും QAയും അതുപോലെ എന്താണ് മാത്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എക്സാം ബേസ്ഡ് ഷോർട്ട് കട്ട്സും ട്രിക്സും എല്ലാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയുള്ള സെക്ഷൻസും ഷോർട്ട് കട്ട്സും ട്രിക്സും എല്ലാം ഈ ഒരു ക്ലാസിന്റെ കൂടെ അസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് റെഗുലർ സെക്ഷൻസ് ഉണ്ടായിരിക്കും. സോ അതിന്റെ ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അസിസ്റ്റൻസ് എല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ വേക്കൻസി കാര്യങ്ങളെല്ലാം എല്ലാവരും ഓർമ്മയിൽ വെച്ചേക്കാം. എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, ബൈ.